ശ്രീ വസന്ത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെ പാലക്കാട് MLA അറസ്റ്റിലേക്ക് എത്തുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയല്ലേ? നിങ്ങൾ എങ്ങനെ അതിനെ പാച്ചപ്പ് ചെയ്യാൻ, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി? അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീമതി സജിന പറഞ്ഞു, വനിതാ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച് ഈ വിഷയത്തിൽ ഈ അതിജീവിതയെ കൂടി കണ്ട് അവരിൽ നിന്ന് കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു അന്വേഷണവും നടപടിയും ഒക്കെ വേണമെന്ന്. അതിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ, ഞങ്ങളുടെ സ്റ്റാർ ഇലക്ഷൻ സ്ട്രാറ്റജി അജണ്ട എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഞങ്ങൾ വാസവനെയാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സായി കൊണ്ടുപോയി നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസൽമാൻ എന്നൊന്നുമില്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നമാണ് ശബരിമല. ആ ശബരിമലയിൽ ഏതാണ്ട് 1500 കോടി രൂപ മിനിമം വരുന്നൊരു തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി അടക്കം അറസ്റ്റിലാകാൻ പോകുന്ന അവസാനത്തെ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളെ പറ്റി ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കും. അപ്പോൾ ജനങ്ങൾ ഞങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറയും, PK ശശിയുടെ, ശശീന്ദ്രന്റെ, ഈ പറയുന്ന മറ്റുള്ള മന്ത്രിമാരുടെ മുഴുവൻ, മുകേഷ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ CPM എടുത്തിട്ടില്ലാത്ത തെളിമയുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്യും. പിന്നെ സജിന മുമ്പോട്ട് വെച്ച കാര്യം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിലെ ഉമാ തോമസ് അടക്കം, ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള വനിതാ നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരാതിക്കാരിയുടെ വിഷയം പരിഗണിക്കാൻ വനിതാ നേതാക്കളെ വെച്ചൊരു കമ്മീഷനെ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതിജീവിത, അവർ ഈ കമ്മീഷന് മൊഴി നൽകാൻ തയ്യാറാണോ? കോൺഗ്രസിന്റെ കമ്മീഷന് മൊഴി നൽകാൻ ഒരു BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാൾ ആകുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പന്ത് ഞങ്ങളുടെ കോർട്ടിലല്ല. പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും വനിതാ അംഗങ്ങളെ വെച്ച് ഒരു കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നില്ല. അല്ല, സജിനയുടേത് വ്യക്തിപരമായ ആവശ്യമാണ്. അയ്യോ, വ്യക്തിപരമല്ല. അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സജിന ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരു സംഘടനാ ചുമതല വഹിക്കുന്ന വ്യക്തിത്വമാണ്. സജിന അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന വ്യക്തിയായിട്ടല്ല. എന്നെ ഔദ്യോഗികമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചതിന്റെ പുറത്താണ്. എന്താണ് അതിന്റെ ടെക്നിക്കാലിറ്റി എന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതുപോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പേര് വെക്കാൻ സജിനയ്ക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, ഞങ്ങൾ ഒരേ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരാണ്. സജിന യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് പറയാനാണ് ചാനലിൽ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സജിനയ്ക്ക് സജിനയുടെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. അത് ഈ പാർട്ടി എല്ലാ കാലത്തും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അത് അവർ പറയുന്നു. ആ പറയുന്ന അഭിപ്രായത്തെ എങ്ങനെ എടുക്കണമെന്ന് പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കും. നോക്കൂ, ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ ഞങ്ങളുടെ കയ്യിലല്ല കേന്ദ്ര ഭരണമോ സംസ്ഥാന ഭരണമോ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റുന്ന ഒരു അന്വേഷണ സംവിധാനമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസല്ലേ, അവരന്വേഷിക്കട്ടെ. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന കപ്പാസിറ്റിയിലാണോ സജിന ഈ പരാതി നൽകിയിരിക്കുന്നത്, അതോ സജിന എന്ന വ്യക്തിയാണോ? യൂത്ത് കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ്. അല്ല, ഒരു കാര്യം ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞത് സജിനയുടെ പരാതിയുടെ ഐഡന്റിറ്റിയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഈ ചർച്ചയിൽ അവർ പങ്കെടുക്കുന്നത് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന് വേണ്ടി അല്ല എന്ന് ഞാൻ രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.